പ്രൈസ് ദി Praise the ലോർഡ്, Lord. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ് ഞങ്ങൾ രണ്ടുപേരൂടെ തരാൻ താല്പര്യപ്പെടുന്നു ചർച്ചിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച സാമ്പത്തിക സഹായങ്ങൾ തന്ന് അനുഗ്രഹിച്ച് എൻകറേജ് ചെയ്ത സഭയിൽ ഇരുന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ആഴ്ച കൊണ്ട് ഇവിടെ ആരാധന തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ മൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ 75ാമത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ഈ ചർച്ചിൽ ഞങ്ങളുടെ വിശ്വാസികളുമായി സെലിബ്രേറ്റ് ചെയ്തു. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम കർത്താവിന്റെ അനുഗ്രഹത്താൽ പല പല കാര്യങ്ങളും നല്ലോണം പോകുന്നു. ഒത്തിരി പണികൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അതിനോട് ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇരിക്കുന്നത് പുൾപിറ്റിന്റെ മുന്നിലാണ്, സ്റ്റേജിന്റെ മുന്നിലാണ്. ഈ ആഴ്ച 2 ആഴ്ച കൊണ്ട് ആരാധന സഭ ഇവിടെ നടക്കുന്നു. ആളുകൾ വന്നു പോകുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ടിൻ ഷെഡിലാണ്. ഒത്തിരി ചൂട് സമയമാണ്. റെക്കോർഡിങ് കാരണം ഫാനും കാര്യങ്ങളും ഒന്നും ഓൺ ചെയ്യാനും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അതിന്റെ സൗണ്ടൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ പല പല കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ ഒത്തിരി ചൂട്. 10 മണിക്ക് ആരാധന തുടങ്ങി 1 മണി വരെ ആരാധന നടക്കുന്ന സമയത്ത് ടിൻ ഷെഡ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. പക്ഷേ കുറച്ച് ഫാനുകളുണ്ട്. കുറച്ച് ഫാനുകൾ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്പോഴും വിശ്വാസികൾ ചൂടത്താണ് ഇരിക്കുന്നത്. കുറച്ച് കൂളറുകൾ മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വലിയ കൂളറുകൾ. അതിന് തന്നെ ഒരു 15,000 രൂപ ഓരോ കൂളറിന് വരും. ഒരു 4 കൂളറെങ്കിലും മിനിമം വെക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ, ആരാധിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഫാനുകളുടെ ആവശ്യമുണ്ട്. മറ്റു പല വിഷയങ്ങളും ഉണ്ട്. പല ബില്ലുകൾ പേ ചെയ്യാനുണ്ട്. എൻ്റെ വിശ്വാസമാണ് കർത്താവ് ഇതുവരെ നമ്മളെല്ലാം ഉപയോഗിച്ച പോലെ ഇനി വരുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന്. നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന, നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഒത്തിരി സേവ ചെയ്യുന്ന ആളുകളുണ്ട്. സോ പല മിനിസ്ട്രികളുമായി ചേർന്ന് നിന്ന് പാർട്ണർ ചെയ്യുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷം വന്നത് വേറെ പല രാജ്യങ്ങളിൽ നിന്നും പലരും വന്ന് കഷ്ടപ്പെട്ടു, സാമ്പത്തിക റിസോഴ്സുകൾ ചെയ്തു. അതുപോലെ ഇപ്പൊ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പല വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ ദൈവവചനം ഇതുവരെ അറിയാത്ത പല ഗ്രാമങ്ങളിലും വില്ലേജുകളിലും എത്തട്ടെ. ഞങ്ങൾ നിൽക്കുന്ന ഫരീദാബാദ് ഒരു ടൗൺ, അതിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു വില്ലേജിലാണ്. ഇവിടെ സുവിശേഷം എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ വന്ന് നിൽക്കുന്ന പലർക്കും അത് എക്സ്പീരിയൻസ് തന്നെ പുതിയതാണ്. അപ്പൊ ഈ അടുത്തുള്ള പലരും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അല്ലേ. ഒരു 10-15 ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വില്ലേജ് എന്ന് പറയുന്നത് ഇവര് എരുമയെ കറന്ന് ജീവിക്കുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പാണ്. സോ വളരെ റോ ആയിട്ടുള്ള മനുഷ്യർ. യേശുവിനെ എന്തെന്ന് അറിയത്തില്ല, കർത്താവിനെ അറിയത്തില്ല, ദൈവത്തിനെ തന്നെ അവർക്ക് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഇപ്പൊ നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ തരട്ടെ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി കോർഡിനേഷൻ ചെയ്യാനുണ്ട്. സ്റ്റേജ് എല്ലാം ടെമ്പററി സെറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലാണ് 4 മണിയാകുമ്പോൾ, ശനിയാഴ്ച വൈകുന്നേരം 4 മണി തുടങ്ങി 11 മണി പോയാണ് പല കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. സ്റ്റേജ് എല്ലാം ആദ്യം മുതൽ സെറ്റ് ചെയ്യണം. പിന്നെ സർവീസ് കഴിഞ്ഞ് എല്ലാം രണ്ടാമതെല്ലാം ഇറക്കണം. വൈകുന്നേരം എന്ന് വെച്ചാൽ ഫുൾ ഒരു സൺഡേ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ തരാമെന്ന് വിചാരിച്ചു. ജീസസ് കിച്ചന് വേണ്ടി ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും നന്ദി. ഇതുവരെ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതിലോട്ട് വിതയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ സമയങ്ങളിലും പറഞ്ഞ പോലെ വീടില്ലാത്തവരാണോ നിങ്ങൾ? വീടില്ലാത്തവരോട് ഞാൻ സ്പെസിഫിക്കലി പറയുന്നു, കർത്താവിന്റെ ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വിതയ്ക്കുക. കർത്താവ് നിങ്ങൾക്ക് വീട് തരും. കാരണം അത് കർത്താവിനോട് പറഞ്ഞ ഒരു വാചകമാണ്. ഈ അടുത്ത ദിവസം ഒരു കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഹരീഷേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ പോകുന്നു. കാരണം അങ്ങനെ ഒരു അനോയിന്റിങ് അങ്ങയുടെ മേളിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് അത് കർത്താവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഇൻസ്ട്രുമെന്റലായിട്ട് ഉപയോഗപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. സോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതുവരെ ചെയ്ത എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും പ്രാർത്ഥനാ സഹായങ്ങളും എനിക്കറിയാം ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. സോ കേരളത്തിൽ കൊറോണ കൂടുന്നു. പക്ഷേ ഈ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അത്ര പ്രശ്നങ്ങളില്ല ഈ സമയത്ത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കൈകളെ പിടിക്കാൻ. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക്, ഫാമിലി എല്ലാവരും ഒന്ന് കൈകളൊന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ, ഈ സമയത്ത്
കേരളത്തിലെ മലയാളി വിശ്വാസ സമൂഹത്തിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇതുവരെ അവർ വിതച്ചതിനായി നോർത്ത് ഇന്ത്യയിലെ ഈ ഫരീദാബാദിലെ ഹരിയാനയിലെ യേശു കർത്താവിൻ്റെ സുവിശേഷത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഞങ്ങളുടെ കൂടെ നിന്നതിനായി നന്ദി അപ്പാ. എല്ലാ കുടുംബങ്ങൾ അത് 1 രൂപ വിതച്ചവരാണോ അതിലും വലിയ വലിയ എമൗണ്ടുകൾ വിതച്ച് അവരെ എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വീടില്ലാത്തവർക്ക് അങ്ങ് വീട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതവും അനുഗ്രഹവും ദയ സാമർത്ഥ്യം നിറഞ്ഞ നാമത്തിൽ കർത്താവെ നന്ദി. ഈ ദേശത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, അവർ കർത്താവിൽ രക്ഷ അറിയുമ്പോൾ, കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർമ്മിപ്പിക്കണമേ കർത്താവ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർക്കണേ കർത്താവ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അങ്ങയുടെ പ്രീതിക്ക്, അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമേ. അപ്പം നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി. ഈ സമയത്ത് കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പം കൊറോണയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വളരെ പെട്ടെന്ന് ഇത് നിൽക്കട്ടെ അപ്പ. രണ്ടാമത് സഭകളിൽ വലിയ ആരാധനകൾ തുടങ്ങട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടി വരട്ടെ അപ്പ. ഇതുവരെ പുലർത്തിയതിന് ഞങ്ങളെ നടത്തിയതിനാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വേഴ്സാണ് ഓർമ്മ വന്നത്. നെഹമായ എല്ലാം ചെയ്തതിന് ശേഷം നെഹമായ ലാസ്റ്റിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്നോട് പറഞ്ഞേ, ലോർഡ് റിമെമ്പർ മീ. ഞാനും അത് തന്നെ പറയുന്നു. നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ കർത്താവിനോട് പറയാൻ പറ്റത്തുള്ളൂ, കർത്താവ് ഞങ്ങളെ ഓർക്കണമേ. കർത്താവ് നമ്മളെ ഓർക്കുക. കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസ്ത യോഗ്യൻ, ഞാൻ ആരുടെയും കടക്കാരനല്ല. സോ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്കും കർത്താവ് നമ്മളെ പല രീതിയിൽ അനുഗ്രഹിക്കും. ഇതുവരെ ചെയ്ത എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സാമ്പത്തിക സഹായികൾക്ക് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി മഹിമയോടെ യൂസ് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ബൈ. परमेश्वर मेरा परमेश्वर, मेरा परमेश्वर, मेरा परमेश्वर. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയവും സാമർത്ഥ്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. यीशु मसीह के प्रेम भरे नाम से मैं आज के यीशु में समृद्धि के एपिसोड में आप सबका स्वागत करना चाहता हूँ. എൻ്റെ പേര് ഹരീഷ, ഇത് രതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ഫാമിലിക്കും മിനിസ്ട്രിക്കും കർത്താവിന്റെ സുവിശേഷ വേലയിൽ നോർത്ത് ഇന്ത്യയിൽ വളരുന്നതിനുമായി പ്രാർത്ഥിക്കുക. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद में, जो दिल्ली के बहुत नज़दीक है, वहाँ में सेवकाई करते हैं. हमारे कलीसिया का नाम टेम्पल ऑफ द मोस्ट हाई गॉड चर्च है. और मैं आपसे विनती करता हूँ कि मेरे लिए, मेरे परिवार के लिए और कलीसिया के बढ़ोतरी के लिए आप प्रार्थना कीजिएगा. आपके और आपके परिवार से जो कुछ आप कर सकते हो, जो भी योगदान आप कर सकते हो, वो कीजिएगा. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വ്യാഴാഴ്ചകളും രാവിലെ 7:30, എല്ലാ ബുധനാഴ്ചകളും രാവിലെ 8:30 ഹാർവെസ്റ്റ് TV കൂടെ ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. മറക്കാതെ കാണുക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ വചനം പഠിക്കാം. और जैसे आप जानते हैं कि हर बुधवार को सुबह 8:30 बजे और हर बृहस्पतिवार को सुबह 7:30 बजे यीशु में समृद्धि का एपिसोड टेलीकास्ट किया जाता है. भूलिएगा मत वॉच करना. നമുക്ക് മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ളതൊന്ന് പഠിക്കാം. മത്തായി സുവിശേഷം അധ്യായം 7, 16 മുതൽ 20 വരെയുള്ള നമുക്ക് പഠിക്കാം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറാകുന്നുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. आज पढ़ेंगे हम मत्ती 7:16 से. उनके फलों से तुम उन्हें पहचान लोगे. क्या लोग झाड़ियों से अंगूर या उन कटारों से अंजीर तोड़ते हैं? इसी प्रकार हर एक अच्छा पेड़ अच्छा फल लाता है और निकम्मा पेड़ बुरा फल लाता है. अच्छा पेड़ बुरा फल नहीं ला सकता और न निकम्मा पेड़ अच्छा फल ला सकता है. जो पेड़ अच्छा फल नहीं लाता वह काटा और आग में डाला जाता है. इस प्रकार उनके फलों से तुम उन्हें पहचान लोगे. 20-ാമത്തെ വേഴ്സിൽ എഴുതിയിരിക്കുന്ന, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഞാൻ ഇന്ന് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്.
और जैसे मत्ती 7:20 में लिखा है, इस प्रकार उनके फलों से तुम उन्हें पहचान लोगे। इसमें लिखा है फलों से। और इस टाइम मैं कुछ टाइम के लिए हम आत्मा के फलों के विषय में सीखेंगे, पढ़ेंगे। और आज मैं इसी संदेश को शुरू करना चाहता हूँ, आत्मा के फल। ഒരു മാവിൽ നിന്ന് മാംഗോ നമുക്ക് മാങ്ങ കിട്ടും, ഒരു ആപ്പിള് ട്രീയിൽ നിന്ന് നമുക്ക് ആപ്പിൾ കിട്ടും. അതുപോലെ തന്നെ ഓരോരോ ഫലവും ഓരോരോ വൃക്ഷവും അതിൻ്റെ ഫലം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫലം കാരണം, നിങ്ങൾ ഉണ്ടാക്കുന്ന റിസൾട്ട് കാരണമായിരിക്കും നിങ്ങൾ എപ്പോഴും അറിയപ്പെടാൻ പോകുന്നത്. और जैसे हम देखते हैं कि एक आम के पेड़ में से आम निकलता है, एक सेब के पेड़ में से सेब निकलता है। इसका मतलब जो फल निकलता है उस फल से पेड़ को पहचान लिया जाता है। क्या आज आपके जीवन से जो फल निकलते हैं, लोग उस फलों को देख के आपको पहचानते हैं? तो आज हम चलेंगे आत्मा के फलों के बारे में सीखेंगे। നിങ്ങളുടെ അടുത്ത് ഹസ്ബൻഡോ വൈഫോ കുടുംബക്കാരോ ഇരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുവാൻ, നിങ്ങൾ എന്ത് തരം ഫലമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്ത് തരം ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? अगर आपके साथ आपके पति या पत्नी बैठे हैं तो उनसे एक प्रश्न पूछेगा कि आप किस प्रकार का फल उत्पन्न कर रहे हैं अपने जीवन से। നമുക്ക് ഗലാത്യർ 5:22 മുതൽ 23 വരെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് കർത്താവ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഈ അധ്യായങ്ങളിൽ കൂടാണ്. ഗലാത്യർ 5:22-23 ഇതൊന്ന് നോക്കാം നമുക്ക്. और गलातियों 5:22 में परमेश्वर ने आत्मा के फलों के बारे में लिखा है। तो आज हम पढ़ेंगे गलातियों 5:22। ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു പ്രമാണവും ഇല്ല. पर आत्मा का फल प्रेम, आनंद, शांति, धीरज, कृपा, भलाई, विश्वास, नम्रता और संयम है। ऐसे ऐसे कामों के विरुद्ध में कोई भी व्यवस्था नहीं। ഞാൻ ഒരു കാര്യം പറയാം, ആത്മാവിന്റെ ഫലം യേശു കർത്താവ് നിങ്ങളുടെ അകത്ത് വന്നാൽ, നിങ്ങൾ റിയലി നിങ്ങൾ ബാപ്റ്റിസം എടുത്ത് റിയലി യേശു കർത്താവിനെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ തുടങ്ങും. और मैं आपसे कहना चाहता हूं कि अगर आपने यीशु मसीह को अपने उद्धारकर्ता परमेश्वर के रूप में स्वीकार किया है तो आप भी इन फलों को उत्पन्न कर सकते हैं। അത് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ച് യേശുവിനോട് പറയണം, കർത്താവെ ഞാൻ ഈ ഫലങ്ങളിൽ ഇനിയും വലിയ രീതിയിൽ വളരാൻ താല്പര്യപ്പെടുന്നു എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. और सिर्फ प्रार्थना करने से ये फल आपके जीवन में नहीं आएगा, परंतु प्रार्थना करने के साथ साथ जब आप पढ़ेंगे इन फलों के बारे में, उसके बाद आप उसको अपने जीवन में एक्टिवेट करोगे, तब आप आत्मा के फलों को अपने जीवन में उत्पन्न कर ഇതിൽ सकते हैं। ആദ്യം എഴുതിയിരിക്കുന്നത് ആത്മാവിന്റെ ഫലമോ സ്നേഹം. ആദ്യം എഴുതിയിരിക്കുന്ന ഫലങ്ങളിലെ ഏറ്റവും ആദ്യത്തേതാണ് സ്നേഹം. और जो पहला फल आत्मा के फल के बारे में जो लिखा है, पहला फल है प्रेम। അതിനെക്കുറിച്ച് നമുക്ക് 1 കൊരിന്ത്യൻസ് 13:3 വരെ 1 കൊരിന്ത്യൻസ് എന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ 13:3 മുതൽ 7 വരെ നമുക്കൊന്ന് പഠിക്കാം. സ്നേഹത്തെക്കുറിച്ച് കർത്താവ് എന്തോ എഴുതിയേക്കുന്നതെന്ന്. और प्रेम के बारे में हम पढ़ेंगे 1 कोरिन्थियों 13:3 से लेकर, जहां पे प्रेम के बारे में परमेश्वर के वचन में लिखा है। സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. 1 कोरिन्थियों 13:4 से, प्रेम धीरजवंत है और कृपालु है, प्रेम ढा नहीं करता, प्रेम अपनी बड़ाई नहीं करता और फूलता नहीं, वह अनरीति नहीं चलता, वह अपनी भलाई नहीं चाहता, झुंझलाता नहीं, बुरा नहीं मानता। പക്ഷെ അതിനു മുമ്പ് ഇതാണ് സ്നേഹത്തെക്കുറിച്ച് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയത്തിനെ കുറിച്ച് ഓരോരോ എപ്പിസോഡുകളിൽ കൂടെ പഠിച്ചു പോകാം. അതിനുമുമ്പ് 3-ാമത്തെ വചനം കൂടെ ഞാനൊന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. और प्रेम के बारे में हम आगे आने वाले एपिसोड्स में एक एक करके सीखेंगे, पर इससे पहले मैं आगे बढ़ूं, मैं 1 कोरिन्थियों 13:3 भी पढ़ना चाहता हूं। यदि मैं अपने संपूर्ण संपत्ति कंगालों को खिला दूं या अपनी देह जलाने के लिए दे दूं और प्रेम न रखूं तो मुझे कुछ भी लाभ नहीं। എന്ന് വെച്ചാൽ കർത്താവിന്റെ വചനം പറയുന്നത്, നമ്മൾ ഒത്തിരി അന്നദാനം ചെയ്തു, നമ്മൾ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്തു, നമ്മൾ ഒത്തിരി പേരെ ചാരിറ്റി ചെയ്തു, നമ്മൾ പല 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 കാര്യങ്ങളും ചെയ്തു, നമ്മൾ അതെല്ലാം ചെയ്തു, പക്ഷെ സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ ഒരു ഗുണമില്ലെന്നാണ് പറയുന്നത്.
इसका मतलब वचन हमें ये कहता है कि हम भूखों को खाना खिला सकते हैं, प्यासे को पानी पिला सकते हैं, बहुत सारा चैरिटी वर्क्स कर सकते हैं, परंतु उसमें अगर हमारे अंदर प्रेम नहीं है तो ये सारी चीजें व्यर्थ हैं. പലപ്പോഴും നിങ്ങൾ ചോദിക്കും സ്നേഹമില്ലാതെ ഒരാൾക്ക് എങ്ങനെ ചാരിറ്റി ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും ചാരിറ്റി ചെയ്യുന്നത് സ്നേഹം കാരണമല്ല, പേര് എടുക്കാന്, മറ്റുള്ളവർ ചെയ്യുന്ന അതുകൂടെ ചെയ്യാന്, പിയർ പ്രഷർ, അടുത്തുള്ളവർ, അയൽക്കാർ അവരൊക്കെ ചെയ്യുന്നു അത് കാരണമുള്ള പ്രഷർ കാരണം, ചില സമയത്ത് സ്വന്തമായിട്ടൊരു ഫീൽ ഗുഡ് കാരണം, ചില സമയത്ത് പ്രൈഡ് ഗമണ്ട് കാരണം, ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ആയി എന്ന് കാണിക്കാൻ കാരണം, അത് കാരണമാണ് പലപ്പോഴും പലരും ചാരിറ്റി അല്ലെങ്കിൽ ഗിവിംഗ് ചെയ്യുന്നത്. पर आप ये प्रश्न पूछेंगे, अरे प्रेम के द्वारा ही तो चैरिटी किया जाता है, परंतु मैं कहना चाहता हूँ कि लोग प्रेम के द्वारा सिर्फ चैरिटी नहीं करते हैं. लोग चैरिटी इसीलिए भी करते हैं कि वो लोगों को दिखाना चाहते हैं, अपने ईगो को दिखाना चाहते हैं, घमंड को दिखाना चाहते हैं, या उनके अड़ोस पड़ोसी ने किया इसलिए वो चैरिटी करना चाहते हैं. तो अलग अलग रीजंस के द्वारा लोग चैरिटी का काम करते हैं. നമ്മൾ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ആദ്യമായിട്ടുള്ളത് സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് ഫസ്റ്റ് 1 കൊരിന്ത്യർ 13:3 കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു ഗുണവുമില്ല. और हम आत्मा का फल, जो पहला आत्मा का फल है, प्रेम के बारे में आज सीख रहे हैं. और जैसे पहला कुरिन्थियों 13:3 में लिखा है कि आपने पूरा चैरिटी वर्क तो कर दिया, परंतु अगर उसमें प्रेम नहीं है तो जो कार्य किया वो सब व्यर्थ है. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ ചെയ്ത എറേഴ്സിൽ നിന്ന്, ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളിൽ നിന്ന് ഞാൻ എല്ലാം പഠിപ്പിക്കാൻ താല്പര്യപ്പെടും. എനിക്കതിൽ നാണക്കേടില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളവർ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യത്തില്ല, മറ്റുള്ളവർ അങ്ങനെ ഒരു പാപം ചെയ്യത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തുറന്ന് സംസാരിച്ച് ഞാൻ പഠിപ്പിക്കും. അങ്ങനെ ഒരു അനുഗ്രഹം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ക്ലോസ് എറർ, ഒരു 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 തെറ്റ് ഞാൻ ചെയ്തതിനെ കുറിച്ച് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോവാം. और मैं ज्यादातर अपने जीवन से जो मैंने गलतियां की हैं अपने जीवन में, उसमें से मैं आपको सिखाता हूं. और मुझे किसी भी चीज के बारे में शर्म नहीं है कि मैं कैसे सिखा रहा हूं, क्योंकि परमेश्वर ने मुझे वो दया और ग्रेस दिया कि मैं आपके सामने खड़े होके अपने गलतियों को आपके सामने बता सकूं, ताकि आप वो गलती ना करें. ഞാൻ പാസ്റ്റർ ആയത് ഞങ്ങൾ 2017 ലാസ്റ്റ്, 2006 ഞാൻ യേശുവിനെ അറിഞ്ഞത്. 2008 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2017 വരെ ഒരു സാധാ വിശ്വാസിയായിട്ടിരുന്നു. 2017 ലാസ്റ്റ് മുതലാണ് ഞങ്ങൾ ആ പാസ്റ്ററൽ കോളിങ്ങിലോട്ട് വന്ന കർത്താവിന്റെ സുവിശേഷം ഒരു ചർച്ചിന്റെ രൂപത്തിൽ ഞങ്ങൾ ചെയ്തു തുടങ്ങിയത്. और 2006 में मैंने परमेश्वर को अपने उद्धारकर्ता परमेश्वर के रूप में जाना, स्वीकार किया. 2008 में हमारी शादी हुई. 2017 तक मैं एक आम विश्वासी की तरह था, और 2017 में परमेश्वर ने मुझे वो पासवान का कॉलिंग दिया. ഞാൻ അന്നിരുന്ന സമയത്ത്, ഞാൻ നോക്കിയ സമയത്ത് ചർച്ചുകളിൽ പലരും ചാരിറ്റി ചെയ്യുന്നു, ചർച്ചുകളിൽ പലരും ഓർഫനേജ് നടക്കുന്നു. ഇതൊക്കെ നല്ല വരുമാന മാർഗമുള്ള ഒരു സംഭവമാണ്. ഓർഫനേജ് നടത്തുന്നത്, ആഹാരം കൊടുക്കുന്നത്, ക്യാമ്പ് നടത്തുന്നത്, ഇതൊക്കെ നല്ല വരുമാന മാർഗം. അപ്പം ഞാൻ വിചാരിച്ചു ഇത്, കാരണം കർത്താവിൽ വന്നിട്ട് കുറച്ച് നാളായി, അപ്പം കർത്താവിനോട് പേടി പോയി. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാം ഇത് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനുള്ള നല്ല ഇൻകം. അപ്പം ഞാൻ ബിസിനസ്സിൽ വരുന്നത്, അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു നല്ല ബിസിനസ്, അപ്പം നമുക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയേക്കാം. और उस टाइम जब मैं पासवान नहीं था, तब मैं देखता था कि बहुत सारे पासवान और लोग जो हैं चैरिटी के द्वारा पैसा इकट्ठा करते थे, लोगों को खाना खिलाते थे, चैरिटी का काम करते थे. मैंने सोचा क्यों ना अपने बिजनेस के साथ साथ एक और बिजनेस खोल दूं जो चैरिटी का बिजनेस है, और उसमें से भी मुझे पैसा मिलेगा. ഞാൻ 2014-15 ലവേഴ്സ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ലവേഴ്സ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ചാരിറ്റി തുടങ്ങി. അതിന്റെ പേരിൽ ബുക്ക്ലെറ്റ് ഒക്കെ അടിച്ചു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ച് അവിടെ ഇവിടെയും പോയിരുന്ന ആഹാരം കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടു, ഭയങ്കര ബുക്ക്ലെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഫണ്ട് റേസ് ചെയ്യാൻ അടങ്ങി. ഒരു രൂപ റേസ് ആയില്ല. അതൊരു പാപമായി പോയി. അന്ന് എൻ്റെ മനസ്സിൽ, ഞാൻ അന്ന് ചാരിറ്റി ചെയ്യാൻ പോയി എന്തിനാ? സ്നേഹം ഉണ്ടായിട്ടാണോ? ഈ വചനം അനുസരിച്ചിട്ടാണോ? വിശ്വാസിയായിട്ടും അല്ല. എനിക്ക് സ്വന്തമായിട്ട് പൈസ വേണം, അവിടെ ഇവിടെയും ഒരു ഇൻകം വേണം, ഒരു ബിസിനസ് കൂടെ വേണമെന്ന് വെച്ചാൽ ഞാൻ ആ ചാരിറ്റി വർക്കിലോട്ട് അന്നത്തെ ദിവസം പോയേ. പാസ്റ്റർ അല്ലായിരുന്നു, ഒരു സാധാരണ വിശ്വാസിയായിരുന്നു. അപ്പം എൻ്റെ ഇൻറ്റൻഷൻ എന്തുവായിരുന്നു അന്നത്തെ സമയത്ത്? സ്നേഹത്തിൻ്റെ പുറത്തല്ല അത് നടന്നത്. എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, എനിക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഞാൻ ചെയ്തത് അങ്ങനെ ആയിരുന്നു. അപ്പം പലരും ഗിവിങ് ചെയ്യുന്നത്, കൊടുക്കുന്നതിന്റെ ഇന്റൻഷൻ ഇതുപോലെ സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് പ്രോഫിറ്റ്, അത് മാത്രമാണ് പലരുടെ ഇന്റൻഷൻ. और 2014-15 में जब मैंने देखा कि लोग चैरिटी कर रहे थे, तो मैंने सोचा मैं भी करूं, एक और बिजनेस मेरे साथ हो जाएगा. और मैंने भी उस टाइम लोगों को खाना खिलाना शुरू किया, फोटोज लिया, और फोटोज निकाल के मैंने बुकलेट्स छपवाया, मैंने पैम्फलेट्स छपवाया, और फंड रेजिंग की कोशिश की. और 1 रुपए भी उसमें से मैं फंड रेज नहीं कर पाया. और फिर मुझे समझ आया कि ये तो गलत है, क्योंकि मैं उसको अपने सेल्फ ग्रोथ के लिए मैं उस चैरिटी का काम कर रहा था. मैंने प्रेम के कारण वो चैरिटी वर्क शुरू नहीं किया, परंतु क्योंकि मैं अपने
बेनिफिट्स और गलत इंटेंशन के साथ मैंने, क्योंकि वो लवर्स गिफ्ट का जो चैरिटी जो नाम मैंने दिया था वो लवर्स गिफ्ट था, उसको मैंने शुरू किया और गलत इंटेंशन के साथ, गलत मोटिव के साथ मैंने शुरू किया और मुझे समझ आया कि मैं गलत था. കർത്താവിനെ ചേഞ്ച് ചെയ്തു. പിന്നെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ പോയി നല്ലൊരു വിശ്വാസിയാകാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പാസ്റ്റർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ 2017 അവസാനമൊക്കെ ഞങ്ങൾ കർത്താവ് വേലയ്ക്ക് വിളിച്ചു. 18, 19, 20 2020 ആയ സമയത്ത് കൊറോണ അല്ല 2019 ലാസ്റ്റിൽ 2020 കൊറോണയുടെ സമയത്ത് ഏപ്രില് കർത്താവ് അങ്ങേരെ അനുഗ്രഹിച്ച ഒരു ചാരിറ്റിയെ ഞങ്ങളെ അനുവദിച്ചു. और जो मैंने चैरिटी लवर्स गिफ्ट का जो चैरिटी प्रोग्राम मैंने शुरू किया वो फ्लॉप हो गया. उसके बाद मैं एक आम विश्वासी की तरह रहने लगा. 2017 में परमेश्वर ने मुझे एक पासवान के रूप में परमेश्वर ने मुझे चुन लिया और हम दोनों मिलके वो सेवकाई के लिए आगे चले. उसके बाद 2019 में जब लॉकडाउन शुरू हुआ, उस टाइम हमने एक चैरिटी विंग दोबारा लॉन्च किया. 2020 ഏപ്രില് കർത്താവ് എന്നോട് പറഞ്ഞു ആളുകൾക്ക് ആഹാരം കൊടുക്കണം. അന്ന് ലോക്ക്ഡൗൺ ആയി ഭയങ്കര പ്രശ്നങ്ങൾ, ആളുകൾ കഴിക്കാൻ ആഹാരമില്ല, ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജീസസ് കിച്ചൻ്റെ ആ പ്രോഗ്രാം, അന്ന് ജീസസ് കിച്ചൻ്റെ പേരൊന്നും കർത്താവ് തന്നിട്ടില്ല, കൊടുക്കണമെന്ന് പറഞ്ഞ് ആഹാരം കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു കർത്താവേ ഒരു ചാരിറ്റി തുടങ്ങി അത് ഫെയിലായി, ഇത് എനിക്കതിന് ധൈര്യമില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ് അന്ന് നീ അത് ബിസിനസ്സിന് വേണ്ടി പോയി, ഇന്ന് നിൻ്റെ മനസ്സിൽ എൻ്റെ സ്നേഹമുണ്ട്, നീ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്നു, ഇപ്പം ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തും, നീ ആ പഴയ ഹരീഷ് അല്ല, സ്വന്തം ഇതിനു വേണ്ടി നിൽക്കുന്ന നീ ചേഞ്ച് ആയ ഹരീഷാണ്, ഞാൻ നിൻ്റെ കൂടെ ഈ പ്രൊജക്റ്റിൻ്റെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ പറഞ്ഞു. അങ്ങനെയാണ് ജീസസ് കിച്ചൻ ജനിച്ചത്. और जब 2020 में जब पहला लॉकडाउन सरकार ने अनाउंस किया, उस टाइम परमेश्वर ने मुझे बोला कि तुझे लोगों को खाना खिलाना शुरू करना है. एक चैरिटी विंग, जो कलीसिया का एक चैरिटी विंग, वहाँ से शुरू हुआ. और जब परमेश्वर ने मुझे बोला ये काम करने के लिए, मैंने परमेश्वर से एक सवाल किया, परमेश्वर मैंने कुछ साल पहले भी ये काम शुरू किया था, वो फ्लॉप गया, परंतु आज मैं किस हिम्मत के साथ, किस धैर्य के साथ उसको शुरू करूं. तब परमेश्वर पवित्र आत्मा ने मुझसे बोला कि जो पहला हरीश था वो अलग था और आज जो हरीश है वो अलग है. आज तू जब लोगों को खाना खिलाएगा वो प्रेम के कारण खिलाएगा. और पहले जब तू खाना खिलाने का इंटेंशन रख रहा था, तेरा इंटेंशन गलत था, इसलिए तू कुछ कर नहीं पाया, तू नाकामयाब हो गया. इसलिए जीसस किचन वहां से शुरू हुआ. 2020 में जब लॉकडाउन अनाउंस हुआ, वहां से जीसस किचन का जन्म हुआ. ഇന്ന് ഞങ്ങൾ ആ 2020 ഏപ്രിൽ മുതൽ ഇന്ന് ഈ ദിവസം വരെ, നിങ്ങൾ ഈ കാണുന്ന സമയം വരെ, എല്ലാ ദിവസവും 250-300 പേർക്കടുത്ത് സ്ലമ്മുകളിലും ഹോസ്പിറ്റലുകളിലും പബ്ലിക് പ്ലേസുകളിലും ആഹാരം കൊടുക്കാൻ കർത്താവ് അനുഗ്രഹിക്കുന്നു, കർത്താവ് ഉപയോഗപ്പെടുത്തുന്നു. അത് ഞങ്ങളുടെ പ്രൊജക്റ്റ് അല്ല, നമ്മുടെ സെൽഫിഷ്നെസ്സിൽ കൂടെ ജനിച്ച ഒരു പ്രൊജക്റ്റ് അല്ല, പേരുണ്ടാക്കാനോ എന്തെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാനോ അല്ല. കർത്താവ് പറഞ്ഞു ചെയ്യുന്നു, ആ സ്നേഹം കർത്താവ് വെളിപ്പെടുത്തുന്നു ആ ജീസസ് കിച്ചൻ പ്രോജക്റ്റ് കൂടെ. और 2020 से लेकर अप्रैल 2020 से लेकर आज तक हम लोगों को खाना खिला रहे हैं. वो स्लम्स में जाकर, वो हॉस्पिटल्स में जाकर, गलियों में जाकर हम लोगों को खाना खिला रहे हैं. और उसके पीछे एक मकसद है, हम अपना प्रेम उन लोगों के साथ बांटना चाहते हैं. जो पहला मैंने जिस मोटिव के साथ, इंटेंशन के साथ शुरू किया वो गलत था, पर जब अब परमेश्वर ने मुझे बोला शुरू करने के लिए, मेरे दिल में एक ही चीज था कि मैं खिलाना चाहता हूं, क्योंकि परमेश्वर का प्रेम उस खाने के द्वारा उन लोगों तक पहुंचे. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഞങ്ങൾ ജീസസ് കിച്ചന് കൊടുത്ത് ഇത്രയും ഭയങ്കര ദുഷ്ടനായ പാസ്റ്റർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയിലാണോ, ഞങ്ങൾ ജീസസ് കിച്ചന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇരുമ്പി വിചാരിക്കുന്നുണ്ടായിരിക്കും. പേടിക്കേണ്ട, ചേഞ്ച് ആളാണ്. ഇപ്പം നിങ്ങൾ വരിക, ഒരു ദിവസം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വരിക, ഒരു ദിവസം പറ്റുമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷൻ ട്രിപ്പ് വെക്കുക, കുറച്ച് ദിവസം നമുക്ക് ഒരുമിച്ച് പോവാം, സുവിശേഷം പറയാം, ആളുകൾക്ക് ആഹാരമൊക്കെ കൊടുക്കാം, ആ വർക്കിൻ്റെ, ആ കിച്ചൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിനും പങ്കാളികളാകാം. और अब आप में से कुछ लोग ये सोचेंगे, अरे ये मैंने क्या गलत कर दिया. आप जीसस किचन में सपोर्ट करते होंगे और आपने सोचा कि अरे ऐसे दुष्ट पास्टर को मैंने जीसस किचन के द्वारा मैं सपोर्ट कर रहा हूँ. पर मैं आपसे कहना चाहता हूँ कि ये जो पासवान खड़ा है, परमेश्वर यीशु मसीह ने मुझे बदला, मेरे चरित्र को बदला, मेरे कैरेक्टर को बदला. और आज जब हम खाना खिलाते हैं, हम प्रेम के द्वारा, प्रेम के वजह से, क्योंकि परमेश्वर ने हमसे प्रेम किया, उस प्रेम को उस खाने के द्वारा हम बांटते हैं. आप वेलकम है, आप नॉर्थ इंडिया में आके हमारे साथ एक मिशन ट्रिप आप प्लान कीजिएगा. आप आ सकते हैं नॉर्थ इंडिया में, आप देख सकते हैं जीसस किचन में क्या होता है, खाना बनता है, बटता है. तो आप भी जाके, मैं आपको कहता हूं, आप भी जाके खाना बांटिए एक दिन. ഞാനിതെല്ലാം എന്താ തുറന്നു പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ, ഞാൻ ചെയ്ത ആ തെറ്റുകൾ, സെൽഫ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തെറ്റുകൾ നിങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ
ഷെയർ ചെയ്യുന്നു. പലരും അവരുടെ ഉള്ളിലെ തെറ്റുകൾ, പാപങ്ങളൊന്നും ഒരിക്കലും പറയത്തില്ല. കർത്താവിനോട് ഏറ്റു പറയുമായിരിക്കും, പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ നിന്ന് ഒരു ലൈഫ് പാഠങ്ങൾ ആരും ഒരിക്കലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കത്തില്ല. और मैं आपसे अपने जीवन से क्यों बताना चाहता हूँ, क्योंकि बहुत सारे लोग होते हैं जो अपनी गलतियां लोगों तक नहीं लेके आते, परंतु मैं अपनी गलतियों को इसलिए आपको बता रहा हूँ ताकि आप वो गलतियां ना करें. आप सेल्फ इंटेंशन या गलत मोटिव के साथ अगर कोई कार्य करेंगे तो आप सक्सेसफुल नहीं होंगे, आप फ्लॉप हो जाएंगे. इसीलिए आप सीखें. मैं आपको ये चीज आज सिखा रहा हूँ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരു പാപിയായ മനുഷ്യൻ, ആ മേരി മഗ്ദലിന്റെ കൂട്ട് ആളുകൾ കല്ലെറിഞ്ഞ് ദുഷ്ടനും പിശാചും നശിപ്പിക്കേണ്ട ഒരു മനുഷ്യൻ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, മറ്റുള്ളവർ കല്ലെറിയാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഹരീഷിനെ കല്ലെറിയേണ്ട, അവനെ വിട്ടേക്ക്. കർത്താവ് എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും ഇനി പാപം ചെയ്യരുത്. അങ്ങനെ കർത്താവ് രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന് സാത്താന് കൊടുക്കാതെ വച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണ് ഞാനെന്ന് ഞാൻ അറിയാം. അപ്പം ഞാനത് ചേഞ്ചായി. ഇപ്പൊ കർത്താവിന്റെ ആ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കർത്താവ് എനിക്ക് ചാൻസ് തന്നു. കാരണം അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പാപിയായത്, നിങ്ങളെക്കാളെല്ലാം മഹാപാപിയാണ് ഞാൻ. ആ അറിവോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നു. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ പേരെടുക്കാനോ മറ്റുള്ള ആക്ടിവിറ്റീസിനോ ചെയ്താലൊന്നും കർത്താവ് ഒരിക്കലും അതിനെ റിസീവ് ചെയ്യത്തില്ല. और मैं अब आपसे ये कहना चाहता हूँ कि परमेश्वर ने मुझे, जैसे मरी मगदलीन को परमेश्वर ने बचाया और उसको बोला कि जा अब पाप मत करना. जब लोग पत्थरों से उसको मारने जा रहे थे तो उसको किसी ने पत्थर नहीं मारा और परमेश्वर ने उसको बोला कि मरियम अब तूने जाके पाप और नहीं करना. उसी प्रकार परमेश्वर ने मुझे बचाया, क्योंकि मैं भी वैसे ही पाप में था, मैं गलत कार्यों में था, परंतु मैं विश्वास करता हूँ क्योंकि परमेश्वर मुझसे प्रेम करता है, परमेश्वर ने मुझे बचाया और मुझे एक नया जीवन दिया. मुझ जैसे पापी को अगर परमेश्वर बचा सकता है, मैंने बहुत सारे गलत काम किए परंतु परमेश्वर ने मुझे बचाया हर एक पापों में से, हर एक गलत कामों में से, और परमेश्वर ने मुझे एक नया जीवन दिया. और आप भी जब कोई काम करते हैं तो गलत मोटिव्स के साथ, गलत इंटेंशन के साथ नहीं, परंतु प्रेम के साथ जब वो कार्य करेंगे तो आप आगे बढ़ सकते हैं. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. ഇനി ഒത്തിരി സ്നേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് ഒരുമിച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. और आइए इस टाइम मिलके हम प्रार्थना करेंगे. बहुत सारी चीजें हैं जो प्रेम के बारे में हमें सीखना है, परंतु इस टाइम हम मिलके प्रार्थना എന്റെ करेंगे. കർത്താവും ദൈവവും തമ്പുരാനുമായ യേശുവേ, ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്നേഹം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ ഒരു ശരീരവും ഒരു കുടുംബവുമായി മാറട്ടെ. ആ കാരണത്താൽ സ്നേഹത്തോടെ നിന്ന് അങ്ങയെ സേവിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നന്ദി, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. और खुदावंद यीशु, हम धन्यवाद करते हैं इस टाइम के लिए पिता. जैसे आज से हमने आत्मा के फल के बारे में सीखना शुरू किया और जो पहला आत्मा का फल है प्रेम के बारे में आज हमने सीखा. परमेश्वर, मेरी प्रार्थना है कि इन सब लोग ये जो सुन रहे हैं परमेश्वर, सबके जीवन में ये प्रेम का जो आत्मा का फल है वो उनके जीवन में आए पिता परमेश्वर. उनके जीवन में से वो प्रेम की खुशबू निकले. धन्यवाद करते हैं यीशु, तेरे सामर्थी नाम से इस प्रार्थना को मांगते हैं, आमीन. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ് കർത്താവിൻ്റെ. ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ
കൂടെ മറ്റ് ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബൈ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസന്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബൈ. പ്രൈസ്.